കിരീട സിനിമയിൽ ജഗതി പറയുന്ന ഡയലോഗ് ഇല്ലേ, ഒരു ലോഡ് ശവം വീഴുമെന്ന്. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഫ്ലാഷ് ബാക്ക് 63 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച നേതാക്കളോട് വരെ യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ്, നിലപാടിൽ സ്ഥിരതയുള്ള ഞങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിറക്കിയ ഒരു ഉത്തരവാദിത്തം കൂടി കോൺഗ്രസിനുണ്ട്. പക്ഷേ അധികാരത്തോട് അടുക്കുമ്പോൾ കോൺഗ്രസ് ഇത് വിശാല പ്ലാറ്റ്ഫോം മാത്രമല്ല, പഴയ ഗ്രൂപ്പിനെക്കാട്ടിലും മോശം സ്ഥിതിയാണ്. അത് താഴെ തട്ടിലല്ല. നേരത്തെ ശ്രീകുമാർ അടക്കം നിങ്ങൾ മൂന്നുപേരും പറഞ്ഞതുപോലെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത കോൺഗ്രസ്സുകാരൻ വരെ തെരുവിൽ 10 വർഷം സഹിച്ചതിനപ്പുറത്തേക്ക് വിയർപ്പൊഴിക്കുന്നതിന്റെ ഫലമാണ് അധികാരം കിട്ടിയാൽ ഈ പാർട്ടി മുന്നണി വിജയിക്കാൻ പോകുന്നത്. അത് മറന്ന് ഈ വിളിച്ചിറക്കിയവരെ കൂടെ അപമാനിക്കുന്ന കാഴ്ചകളിലേക്ക് പോകേണ്ടി വരുമോ? ഇതേപോലെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കിരീട സിനിമയിൽ ജഗതി പറയുന്ന ഡയലോഗ് ഇല്ലേ, ഒരു ലോഡ് ശവം വീഴുമെന്ന്. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം അധികാരം കിട്ടുന്നതിന് മുമ്പ് ഇതാണ് അവസ്ഥയെങ്കിൽ അധികാരം കിട്ടിക്കഴിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഒരുപാട് സംശയങ്ങളുണ്ട്. കാരണം ഇത് കൃത്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ജനങ്ങൾക്ക് തോന്നി.